സിജു, ഒരു മാസത്തിലേറെയായി ഈ പ്രചാരണം, തീപ്പാറും പ്രചാരണം തന്നെയായിരുന്നു കാസർഗോഡ് മുന്നണികൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് LDF-ന്റെ പ്രചാരണം തന്നെയായിരുന്നു. നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ബേക്കലടക്കം പ്രതീക്ഷയുള്ള സ്ഥലങ്ങളാണ് LDF-ന്. എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം, ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ആ ഒരു നെട്ടോട്ടത്തിൽ തന്നെയായിരിക്കും നേതാക്കളും പ്രവർത്തകരുമൊക്കെ. ഭദ്ര, ഒരു മാസത്തോളം നീണ്ട പ്രചരണത്തിനൊടുവിൽ ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞു. വലിയ ആവേശമാണ് കൊട്ടിക്കലാശത്തിലും നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത, വലിയ രീതിയിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം ഉണ്ടായിരുന്നില്ല. പരമാവധി വാർഡുകളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കൂടി നേരിട്ട് കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് മാറണമെന്നാണ് LDF നിർദ്ദേശിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് നഗരത്തിൽ BJP-യും അതോടൊപ്പം UDF-ഉം കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിരുന്നില്ല. എങ്കിലും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിക്ക് കീഴിലും നീലേശ്വരം മുനിസിപ്പാലിറ്റിക്ക് കീഴിലുമാണ് കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത്, ചെറിയ രീതിയിലെങ്കിലും. ഇവിടങ്ങളിൽ വലിയ രീതിയിലുള്ള ആവേശം കാണാൻ സാധിച്ചു. ഭദ്ര സൂചിപ്പിച്ചതുപോലെ വളരെ സജീവമായി രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ചർച്ച ചെയ്ത ഒരു മാസമാണ് കടന്നു പോകുന്നത്. LDF, UDF അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ സജീവമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു കാലമായിരുന്നു. അതിൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ LDF-ന് പ്രചാരണ രംഗത്ത് കഴിഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ യാതൊരുവിധ ആശങ്കകൾക്കും തർക്കങ്ങൾക്കുമൊന്നും ഇടയില്ലാത്ത തരത്തിൽ സാധാരണ നിലയിൽ തന്നെ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം ബ്ലോക്ക് തലത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നഗരസഭകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അധികം കാലതാമസമില്ലാതെ ജില്ലാ പഞ്ചായത്തുകളിലേക്കും മുന്നണികൾക്കുൾപ്പെടെ സീറ്റുകൾ കൃത്യമായി നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം സമയം ജനങ്ങളുമായി സംവദിക്കുന്നതിന് സാധിച്ചു. പ്രധാനമായും LDF മുന്നോട്ട് വെച്ചത് LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളാണ്. ഏറ്റവും ഒടുവിൽ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചതും സ്ത്രീകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി 1000 രൂപ വീതം മാസം നൽകുന്നതും ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശദമായി തന്നെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടായിരുന്നു ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിൽ LDF മുന്നോട്ട് പോയത്. കാസർഗോഡിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം LDF-ന്റെ കയ്യിലായിരുന്നു. ഈ 5 വർഷക്കാലത്തിനിടയിൽ വ്യാവസായിക രംഗത്തുൾപ്പെടെ കുതിപ്പ് നൽകുന്നതിന് വേണ്ടി നിക്ഷേപക സംഗമം, അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ചത്. ആ വികസനത്തിൻ്റെ ഒരു തുടർച്ചയ്ക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണയും LDF-ന് വിജയിപ്പിക്കണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഏതായാലും LDF വലിയ ആത്മവിശ്വാസത്തിലാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സീറ്റ് നില 8 LDF, 7 UDF, 2 BJP എന്നിങ്ങനെയാണ്. ഇപ്പോൾ ഒരു സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ LDF ഇത്തവണ പ്രതീക്ഷിക്കുന്നത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. കാരണം 2 അക്കത്തിലേക്ക് ഭൂരിപക്ഷം എത്തിക്കൊണ്ട് കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കാൻ കഴിയുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളെ സംബന്ധിച്ചാണെങ്കിൽ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ 4 എണ്ണമാണ് LDF-ന്റെ കയ്യിലുള്ളത്. ഈ 4 എന്നത് 5ആയി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ആദ്യഘട്ടം മുതൽ LDF പങ്കുവെക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ 3 മുനിസിപ്പാലിറ്റികളിൽ കാഞ്ഞങ്ങാട്, നീലേശ്വരം മുനിസിപ്പാലിറ്റികൾ LDF-ന്റെ കയ്യിലാണുള്ളത്. ഇവിടെ സീറ്റിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ടാക്കാൻ കഴിയുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ 38 പഞ്ചായത്തുകളിൽ 19 പഞ്ചായത്തുകളാണ് LDF-ന്റെ കയ്യിലുള്ളത്. ഇത് 20-നപ്പുറത്തേക്ക് കടത്താൻ കഴിയും. 2-3 പഞ്ചായത്തുകൾ കൂടി അധികമായി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. ചിട്ടയായ ഒരു പ്രചരണ പ്രവർത്തനമായിരുന്നു LDF-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം UDF ക്യാമ്പിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് UDF ക്യാമ്പ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിടേണ്ടി വന്നത്. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കാസർഗോഡ് ജില്ലയിൽ UDF-നകത്ത് പ്രശ്നങ്ങളില്ല എന്നാണ് തോന്നിയിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത്രയും നിശബ്ദമായിരുന്ന UDF ക്യാമ്പ് ഒരു ദിവസം പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. കോൺഗ്രസിൻ്റെ DCC ഓഫീസിൽ വെച്ച് 2 പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും പരസ്പരം മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിന് പിന്നാലെ വലിയ തർക്കങ്ങളാണ് രൂപപ്പെട്ടത്.
രൂപപ്പെട്ട് വന്നത്. ഒന്ന്, ഈസ്റ്റളേരി പഞ്ചായത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ജെയിംസ് പന്തമാക്കൽ വിഭാഗം, അതോടൊപ്പം തന്നെ ജോസഫ് മുത്തോലി വിഭാഗം. ഇവിടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. പരസ്പരം ഇരു വിഭാഗങ്ങളും തമ്മിൽ വിമതരായി മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 7 വിമത സ്ഥാനാർത്ഥികൾ ഈസ്റ്റളേരി പഞ്ചായത്തിൽ മാത്രമുണ്ട്. അതോടൊപ്പം UDF നേരിട്ട വലിയൊരു പ്രശ്നം, കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗിന് 4 വിമത സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസിനും പല സ്ഥലങ്ങളിലും വിമതരുടെ ഭീഷണി നേരിടേണ്ടി വന്നു. കോൺഗ്രസിന് ജില്ലയിലാകെ 15 സ്ഥലങ്ങളിലാണ് വിമത ഭീഷണി ഉണ്ടായിരുന്നത്. ഈ വിമത സ്ഥാനാർത്ഥികളുടെ ഒടുവിൽ ഗത്യന്തരമില്ലാതെ പേരിന് പുറത്താക്കേണ്ട സാഹചര്യം കോൺഗ്രസ് ഉണ്ടായി. വിമത സ്ഥാനാർത്ഥികൾ 15 പേർ, അവരെ സഹായിക്കുന്ന 5 പേർ ഉൾപ്പെടെ 20 പേർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രത്തിലാണ് പല സ്ഥലങ്ങളിലും വിമത സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗിൻ്റെ തന്നെ രംഗത്ത് വന്നത്. പടന്നയിലേക്ക് എത്തുമ്പോൾ ഈ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ട്. കാസർഗോഡ് ചെങ്കള പഞ്ചായത്തിൽ ഒരു വാർഡിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ UDF ക്യാമ്പിനെ വലച്ചു. അതേ സാഹചര്യം തന്നെയായിരുന്നു NDAയെ സംബന്ധിച്ചും ഉള്ളത്. NDAക്കും വിമത സ്ഥാനാർത്ഥികൾ, സാധാരണ NDAക്ക് അങ്ങനെ BJP സ്ഥാനാർത്ഥികൾ പരസ്യമായി രംഗത്ത് വരുന്നത് കാണാറില്ല. പക്ഷേ ഇത്തവണ പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള തർക്കം രൂക്ഷമായിരുന്നു. ഈ ബെള്ളൂർ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന KV ഗീത തന്നെ 5-ാം വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതോടൊപ്പം ഈ ബെള്ളൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ ഡിവിഷനിൽ നരേന്ദ്രൻ എന്ന BJP നേതാവ് മത്സരിക്കുന്നു. ഇവരെ രണ്ടുപേരെയും ഗത്യന്തരമില്ലാതെ പുറത്താക്കേണ്ടി വന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ NDA UDF മുന്നണികൾക്കകത്ത് ഉണ്ടാകുന്ന സമയത്ത് വളരെ സജീവമായ രീതിയിൽ ജനങ്ങളുമായി സംവരിച്ചുകൊണ്ട് LDFന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDFിൻ്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും ഭദ്ര, നമുക്ക് ഒരു പൊതുചിത്രം കാസർഗോഡുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ നോക്കാം. കാരണം ഇന്ന് പോളിംഗ് സാമഗ്രികൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതാണ്. നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ്. നിശബ്ദ പ്രചാരണത്തിൽ പരമാവധി വോട്ടർമാരെ കാണുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. കാസർഗോഡ് ആകെ സ്ഥാനാർത്ഥികൾ 2855 പേരാണ്. അതിൽ 1382 പേർ പുരുഷന്മാരാണ്. സ്ത്രീകളുടെ എണ്ണമാണ് കൂടുതൽ. 1473 പേരാണ് സ്ത്രീകൾ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. ജില്ലാ പഞ്ചായത്തിലാകെ 62 സ്ഥാനാർത്ഥികളാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 293, ഗ്രാമപഞ്ചായത്തുകൾ 2167, മുനിസിപ്പാലിറ്റികൾ 333 പേർ. പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. 6584 ഉദ്യോഗസ്ഥരാണുള്ളത്. ഇതിൽ വനിതാ ഉദ്യോഗസ്ഥർ 3995, പുരുഷ ഉദ്യോഗസ്ഥർ 3995, വനിതാ ഉദ്യോഗസ്ഥർ 2500 പേർ. 179 പോളിംഗ് ബൂത്തുകളാണുള്ളത്. എല്ലായിടത്തേക്കും പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 9 സ്ഥലങ്ങളാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും തയ്യാറാക്കിയിരിക്കുന്നത്. 6 ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ 3 മുനിസിപ്പാലിറ്റി കേന്ദ്രങ്ങൾ. ഇങ്ങനെയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും 10 മണി മുതൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങുമെന്നാണ് ജില്ലാ കലക്ടറേറ്റിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. 12 മണിയോടുകൂടി തന്നെ 2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗസ്ഥർ നിശ്ചയിച്ച പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോയി ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പോളിംഗിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ പോളിംഗ് ആരംഭിക്കും. കൃത്യം 5 മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പോളിംഗ് കൃത്യസമയത്ത് തന്നെ തുടങ്ങുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണാധികാരി അറിയിച്ചിരിക്കുന്നത്.